പാലക്കാട് ചിറ്റൂർ പുഴയിൽ അതിസാഹസിക രക്ഷാപ്രവർത്തനം. പുഴയിൽ കുടുങ്ങിയ 2 വയോധികരടക്കം 4 പേരെ രക്ഷപ്പെടുത്തി. മൂലത്ര റെഗുലേറ്ററിന്റെ ഷട്ടർ തുറന്നതോടെയാണ് പുഴയിലെ ജലനിരപ്പ് ഉയർന്നത്. നർണി ആലാംകടവ് കോസ്വേക്ക് താഴെയായിരുന്നു സംഭവം. നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ ഒഴുക്കുള്ള ലൈഫ് ജാക്കറ്റ് ഇടുമ്പോൾ നമുക്ക് നീന്താൻ പറ്റുന്നില്ല, പൊന്തി നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് മാറ്റിയിട്ട് നമ്മൾ അത്ര ഇതായി പോയത്. വെള്ളം കൂടിക്കാനും ഭീഷണി തന്നെയാണ്. എന്താ വെച്ചാൽ അവർക്ക് ആ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിക്കാനും ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് ഇവർ രണ്ടാളെയും ഭയങ്കരപ്പെട്ടിരുന്നു. മറ്റത് ചെറുപ്പക്കാരാണ് നമുക്ക് വിഷയം. അവർ യാതൊരു ഭയപ്പാടില്ലാണ്ട് മറ്റേ ഇവരുടെ ഉപകരണത്തിൽ കയറിയിരുന്നു. അവിടെ നിന്ന് അവർ വിളിച്ചുകൊണ്ട് യാതൊരു ഭയപ്പാടില്ലാണ്ട് വന്നു. അവരെ സമ്മതിക്കണം. ഞാൻ വേറെ ആരാണെങ്കിലും കരഞ്ഞിട്ടുണ്ടാവും. യാതൊരു വിഷമം ഉണ്ടാകാണ്ട് വന്നവർ. നിഖിൽ പ്രമേഷ് നൽകും വിവരങ്ങൾ. നിഖിൽ, അതിസാഹസികമായ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ. ഇപ്പോൾ ഈ അപകടമുണ്ടായത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? ഈ രക്ഷപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ തൃപ്തികരമല്ലേ? അതോടൊപ്പം ഈ റെഗുലേറ്ററിന്റെ ഷട്ടർ തുറക്കുന്നത് സംബന്ധിച്ച് ഈ പുഴയിൽ അല്ലെങ്കിൽ പുഴയോരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നില്ലേ നേരത്തെ? തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി, ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇതിനോടകം തന്നെ നൽകിയിരുന്നതാണ്. അക്കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ ഈ പുഴയിലിറങ്ങിയ കുടുംബത്തിനാണെങ്കിൽ അവർക്ക് ഈ മേഖലയെക്കുറിച്ച് അറിയാത്തതുമല്ല. അവർ സ്ഥിരമായി ഇവിടെ വരുന്നതാണ്, കുളിക്കുന്നതാണ്, മത്സ്യബന്ധനത്തിനുമൊക്കെ ഇവിടെ എത്തിച്ചേരാറുള്ളതാണ്. അവർക്ക് വല നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയുടെ പശ്ചാത്തലം കൂടിയുണ്ട്. ആ തരത്തിലെല്ലാം ഈ പുഴയും ഈ പ്രദേശവും ഒക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഇന്നിപ്പോൾ ഉണ്ടായത് അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ് ഒരു തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന രണ്ടാമത്തെ പാറയിലാണ് അവർ കുരുങ്ങിപ്പോയത്. ആ ഭാഗത്ത് അവർ ഈ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആ ഭാഗത്ത് അവർ അകപ്പെട്ടു പോവുകയായിരുന്നു. ആ സമയത്ത് ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതിനാൽ അവർക്ക് തിരികെ നടന്ന് ഈ കരയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. 4 പേര് ഇങ്ങനെ പാറയ്ക്ക് മുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ട് പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ആദ്യഘട്ടത്തിൽ ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് സംഘം വളരെ വേഗത്തിൽ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പ്രായമായ ആളുകളാണ്. വയോധികയടക്കം പ്രായമായ ആളുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ എവിടേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം. അങ്ങനെ ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് വടം കെട്ടി, അതായത് ഇവിടെ നിന്ന് അവർ നിൽക്കുന്ന പാറ വരെ വടം കെട്ടി ഓരോരുത്തരെ ഇപ്പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഏതാണ്ട് 40 മിനിറ്റോളം നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനമാണ് അവർ നടത്തിയത്. 1 മണിക്കൂറോളം സമയം അവർ ആ പാറയ്ക്ക് മുകളിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അങ്ങേയറ്റം ദുഷ്കരമായ രക്ഷാപ്രവർത്തനം. സത്യത്തിൽ ഈ സംഭവം നൽകുന്ന സൂചന, മുന്നറിയിപ്പ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, നിയന്ത്രണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുഴയിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജലാശയങ്ങളിലേക്കോ ഇറങ്ങാൻ പാടില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുടി അടക്കം സംഭവ സ്ഥലത്ത് എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും ഇവരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതും. ഇപ്പോഴാ അമ്മയ്ക്കൊരു നേരിയ ആരോഗ്യ പ്രശ്നം, അതായത് അവർ 1 മണിക്കൂറോളം അവിടെ നിന്നതാണ്. അതുകൊണ്ട് അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റാർക്കും തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നില്ല എന്നാണ്. അവർക്ക് പേടി ഉണ്ടായിരുന്നില്ലെങ്കിലും ഇവിടെ കാത്തു നിന്ന ആളുകൾക്ക് വലിയ പേടിയും ആശങ്കയും ഭീതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. കാരണം അത്രമേൽ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. മൂലത്തറ റെഗുലേറ്റർ തുറന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ നല്ല നീരൊഴുക്കുണ്ട്, ജലം നന്നായി വർദ്ധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം അവിടെ അകപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതിന് സമാനമായ രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. മണിക്കൂറുകളോളം അവരവിടെ ഇങ്ങനെ നിലയുറപ്പിക്കുന്ന സാഹചര്യം. എന്തായാലും ആ അനിശ്ചിതത്വത്തിനൊക്കെ ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ഫയർഫോഴ്സ് സംഘം അവരെ വിജയകരമായി രക്ഷിച്ചിരിക്കുന്നു, കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിലാണ് അവർ ഉള്ളത്. ഇനിയിപ്പോൾ കർശനമായ മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ഇത്തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും മന്ത്രിയും ഒക്കെ നൽകുന്നത്. ശ്രീലക്ഷ്മി, നിഖിൽ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ മുംബൈയിൽ കണ്ട ദൃശ്യങ്ങളുടെ സമാനമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ആ പുഴയിൽ നിന്നും ആ ദൃശ്യങ്ങൾ കണ്ടത്. നിഖിൽ, ഇവർ പ്രദേശവാസികളല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആ പ്രായമായ സ്ത്രീ പറഞ്ഞത് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം പുഴയിലൊക്കെ ഇറങ്ങി അവർക്ക് മുൻപരിചയമുണ്ട് എന്നുമാണ് അവർ നേരത്തെ പ്രതികരിച്ചത്. അത്തരത്തിൽ അവരുടെ ഒരു ആത്മവിശ്വാസം ആ കരയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ അവർ എന്തൊക്കെ വിവരങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്? നിഖിൽ, ശ്രീലക്ഷ്മി, മൈസൂർ സ്വദേശികളായ ലക്ഷ്മണൻ, ഭാര്യ ദേവി, മകൻ സുരേഷ്, ചെറുമകൻ വിഷ്ണു, അങ്ങനെ 4 പേരാണ് ഈ പുഴയിലേക്ക് ഇറങ്ങിയത്. കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഈ 4 പേരാണ്. അവർ ഇപ്പോൾ ശ്രീലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല, അവർക്ക് പേടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പുറത്തെത്തിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല.
അവിടെ നിൽക്കുന്ന സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയപ്പോഴും ഞങ്ങൾക്ക് തന്നത് ഒരു ആത്മവിശ്വാസമായിരുന്നു. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു, രക്ഷിക്കുകയാണെങ്കിൽ 4 പേരെയും ഒരുമിച്ച് രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് അവർക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഇത്ര ഒഴുക്കുള്ള ഒരു സമയത്ത് ആ പാറക്കെട്ടുകളിൽ ഇങ്ങനെ 4 പേര് നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. പക്ഷെ എന്നിരിക്കെ പോലും ഇത്തരം ഘട്ടങ്ങളിൽ ഇത്തരം എന്താ പറയുക കലുഷിതമായി ഈ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും അത്തരത്തിലുള്ള പുഴയിലേക്ക് ഇറങ്ങുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണ്. അവർ ഈ വല നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നിരിക്കെയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ജില്ലാ ഭരണകൂടവും മറ്റും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ശ്രമകരമായൊരു ദൗത്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായാണ് ഈ വയോധികയെ രക്ഷിച്ചത്. മൂന്നാമതായുള്ള ആളെ രക്ഷിക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യം ഉണ്ടായത്. കാരണം അപ്പോൾ ഒഴുക്ക് വളരെയധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒഴുക്കിലൂടെ അവരെ രക്ഷിച്ച് ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. എന്തായാലും അങ്ങനെ ഏറെ പ്രയാസപ്പെട്ടാണെങ്കിലും 4 പേരെയും കരക്കെത്തിച്ചു. 4 പേരും സുരക്ഷിതരായി ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. അല്പസമയത്തിനകം അവർ വീട്ടിലേക്ക് മടങ്ങും. ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ ഇത് കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തിച്ചേരുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം അവരുടെ ശ്രദ്ധയിൽ തന്നെ പെടുന്നത്. നേരത്തെ ഇവിടെ 2 പേർ ഈ വെള്ളത്തിലകപ്പെട്ട് മരിച്ചിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത് മാറ്റി നിർത്തിയാൽ അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതും അതോടൊപ്പം തന്നെ ഒഴുക്ക് വർദ്ധിച്ചതുമാണ് ഇപ്പോഴത്തെ ഒരു അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത്. ശ്രീലക്ഷ്മി. നിഖിൽ, പാലക്കാട് ചിറ്റൂർ പുഴയിലാണ് അതിസാഹസികമായ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടത്.